അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ നല്ല തിളച്ച് വരുന്ന ചൂടുവെള്ളത്തിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതൊന്നൊരു ഹാഫ് കുക്കായ ശേഷം ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇട്ട് കൊടുത്ത് ചെറിയ ഇതായിട്ടൊന്നിങ്ങനെ അമർത്തി കൊടുക്കുക. അതിൻ്റെ നനവൊക്കെ ഒന്ന് പോയി കിട്ടാനാണ്, നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടണം. അതിനുശേഷം നമ്മൾ ഡ്രൈ ആയിട്ട് കിട്ടിയതിന് ശേഷം അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. മാറ്റിയതിന് ശേഷം അതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. കുറച്ചിട്ടെടുത്താൽ മതി, ഒരുപാട് ഇടണ്ട, പൊട്ടിപ്പിടിക്കും. അതിനുശേഷം നമ്മൾ പതിയെ ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നല്ലോണം ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ ഈ പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത വിധത്തിൽ ഇട്ട് കൊടുക്കണം. അത് നല്ല ഹൈയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. ഹൈയിൽ വെച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ഹാഫ് കുക്കായതിന് ശേഷം ഒന്ന് അതിന് നമുക്ക് കോരിയെടുത്ത് മാറ്റി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ ഇതാ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്നുകൂടി നല്ലപോലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നല്ലോണം ഫ്രൈ ചെയ്യുക കേട്ടോ. നല്ലോണം ഹൈയിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. നല്ലൊരു ബ്രൗൺ കളറാണ് വിധത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നല്ല ചൂടായിരിക്കണം കേട്ടോ എണ്ണ. അപ്പോൾ ഇതാ നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ട് നിങ്ങളൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ മനസ്സിലായി നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്, നല്ലോണം ബ്രൗൺ ആയിട്ടുണ്ട്. നിസ്സാര ടൈം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.